ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ജെയ്ഡൻ പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICC മെൻസ് T20 2026 അല്ലെ, ഈ വർഷം നടന്ന ICC വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ICC മെൻസ് T20 വേൾഡ് കപ്പ് 2026 പറയുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ചരിത്രം, അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. 2007 നമുക്ക് ICC മെൻസ് T20 വേൾഡ് കപ്പ് എന്നുള്ള ഒരു ആശയം, അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്തത് 2007 ഓക്കെ, ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് കളി നടന്നത്. ഫൈനൽ നടന്നത് ആരൊക്കെ തമ്മിലാ? ഫൈനൽ നടന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യയും പിന്നെ പാകിസ്ഥാനും തമ്മിലാണ് ഫൈനൽ മാച്ച് കണ്ടക്ട് ചെയ്തത്. ഓക്കെ, ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ. അതില് ജയിച്ചതാരാ? ജേതാക്കള് 2007 ആദ്യമായിട്ട് മെൻസ് T20 വേൾഡ് കപ്പ് കണ്ടക്ട് ചെയ്തപ്പോൾ ജയിച്ചത് നമ്മുടെ ടീം ഇന്ത്യയാണ്. ജേതാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ടീമാണ്. അപ്പോൾ ആ സമയത്ത് ക്യാപ്റ്റൻ ആരായിരുന്നു? ആ സമയത്ത് ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി ആയിരുന്നു അല്ലെ. മഹേന്ദ്ര സിംഗ് ധോണി, ക്യാപ്റ്റൻ കൂൾ എന്നറിയപ്പെടുന്ന മഹേന്ദ്ര സിംഗ് ധോണി ആയിരുന്നു 2007 മെൻസ് T20 വേൾഡ് കപ്പ് നമ്മൾ ജയിച്ചപ്പോഴുള്ള ക്യാപ്റ്റൻ. ഓക്കെ, പ്രഥമ ജേതാക്കൾ ഇന്ത്യയാണ്. ഇനി 2007 ഇത് സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറഞ്ഞു അല്ലേ. ഓരോ 2 വർഷം കൂടുമ്പോഴാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്തവണ 2026 നടന്നത് 10ാമത്തെ എഡീഷനാണ്. ഓക്കെ, 10ാമത്തെ എഡീഷനാണ് 2026 നടന്നത്. 10ാമത്തെ എഡീഷൻ നടന്നത് ചോദിക്കില്ലെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. 2026 ഫെബ്രുവരി 7 തൊട്ട് 2026 മാർച്ച് 8 വരെയാണ് ഈ കളികൾ നടന്നത് കേട്ടോ. ഓക്കെ, വേദി ചോദിച്ചാല് ഇന്ത്യയും ശ്രീലങ്കയായിരുന്നു. 2026 മെൻസ് T20 വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ്? ഇന്ത്യയിലും ശ്രീലങ്കയിലും ആയിട്ടാണ് കളി നടന്നുകൊണ്ടിരുന്നത്. ഇന്ത്യയിലും ശ്രീലങ്കയിലായിട്ടാണ് കളി നടന്നുകൊണ്ടിരുന്നത്. നമ്മള് മൊത്തം 3 തവണ T20 വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്. മൊത്തം 3 തവണ നേടിയിട്ടുണ്ട്. 2007 നേടിയിട്ടുണ്ട്. 2007 ആരുടെ നേതൃത്വത്തില്? ക്യാപ്റ്റൻ കൂൾ എന്നറിയപ്പെടുന്ന മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ നേടിയിട്ടുണ്ട്. പിന്നെ നമ്മള് 2024 നേടിയിട്ടുണ്ട്. 2024 2 വർഷം മുമ്പേ നേടിയിട്ടുണ്ട്. അന്ന് ആരുടെ നേതൃത്വത്തിലാ? അന്ന് നമ്മൾ ഹിറ്റ്മാൻ എന്നറിയപ്പെടുന്ന രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലാണ് 2024 നമ്മൾ മെൻസ് T20 വേൾഡ് കപ്പ് നേടിയത്. പിന്നെ ഈ വർഷം നമ്മൾ 2026 നേടി. ആരുടെ നേതൃത്വത്തില്? സ്കൈ എന്നറിയപ്പെടുന്ന സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ 2026 മെൻസ് T20 വേൾഡ് കപ്പ് നേടിയത്. ഓക്കെ, അപ്പൊ നമ്മൾ 2007, 2024, 2026 3 തവണ ഈ T20 വേൾഡ് കപ്പ്. T20 എന്ന് പറഞ്ഞാൽ 20 ഓവറാണ് കളി അല്ലെ. T20 20 ഓവർ ഒരു ടീമിന് ഉണ്ടാവും, മറ്റൊരു ടീമിനും 20 ഓവർ ഉണ്ടാവും അല്ലെ. അപ്പോ T20 എന്ന് പറഞ്ഞാൽ 20 ഓവറാണ്. ഏകദിനം എന്ന് പറഞ്ഞാൽ എത്ര ഓവറാ? ഏകദിനം എന്ന് പറഞ്ഞാൽ 50 ഓവർ അല്ലെ. ഇനിയിപ്പോ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാച്ച് ഉണ്ട് അല്ലെ. അതാണെങ്കിൽ 5 ദിവസമാണ്. ഓക്കെ, നിശ്ചിത ഓവർ എന്നില്ല, 5 ദിവസത്തേക്കാണ് കളി നടക്കുന്നത്. ഇതിനു മുമ്പ് 2012 ശ്രീലങ്കയും 2016 ഇന്ത്യയും വേദിയായിട്ടുണ്ട്. മൊത്തം ഇത്തവണ 20 ടീമുകളാണ് ഉണ്ടായിരുന്നത്. 55 മത്സരങ്ങൾ കളിച്ചു. 2026 55 മത്സരങ്ങൾ കളിച്ചു. ഓക്കെ, അപ്പൊ ഈ വർഷത്തെ ഒഫീഷ്യൽ സോങ് എന്തെന്ന് ചോദിച്ചാൽ ഓക്കെ, അനിരുദ്ധാണ് അത് കമ്പോസ് ചെയ്തത്. ഫീൽ ദ ത്രിൽ എന്നുള്ള ഒരു മ്യൂസിക് ആണ് ഇത്തവണത്തെ T20 വേൾഡ് കപ്പിന്റെ ഒഫീഷ്യൽ സോങ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ സംഗീതം നിർവഹിച്ചത് ആരാ? അനിരുദ്ധാണ്. ഓക്കെ, ഇനി ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു? ബ്രാൻഡ് അംബാസിഡർ ഞാൻ പറഞ്ഞു 2024 മെൻസ് T20 വേൾഡ് കപ്പ് നയിച്ചത് ആരാ? നമ്മുടെ രോഹിത് ശർമ്മയല്ലേ. അതിനുശേഷം അദ്ദേഹം വിരമിച്ചു. ഓക്കെ, അപ്പൊ അതിനുശേഷം നടന്ന നെക്സ്റ്റ് ടൈം, അതായത് 2024 ശേഷം നടന്ന 2026 അതിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് നമ്മുടെ രോഹിത് ശർമ്മയാണ്. ഓക്കെ, അപ്പൊ ആരംഭിച്ചത് 2007 ഫൈനൽ നടന്നത് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലാണ്. ഇന്ത്യ ജയിച്ചു, പാകിസ്ഥാനെ തോൽപ്പിച്ചു അല്ലെ. ആ പാകിസ്ഥാൻ തോക്കാൻ കാരണമായത് മിസ്ബാഹുൽ ഹക്ക് എന്ന് പറഞ്ഞ അവരുടെ ഒരു ബാറ്റർ ബാക്കിലേക്ക് പൊക്കി അടിക്കാൻ നേരത്ത് സിക്സിനായിട്ട് ശ്രമിച്ചതാണ്. പക്ഷെ അത് ആര് പിടിച്ചു? നമ്മുടെ മലയാളി താരമായിരുന്ന ശ്രീശാന്തിന്റെ കയ്യിലേക്കാണ് ആ പന്ത് പോയത്. ശ്രീശാന്ത് ക്യാച്ച് എടുത്തു. അപ്പൊ എങ്ങനെ 2007 വിജയത്തിന് പിന്നിൽ ഒരു മലയാളി ഉണ്ടായി. അതുപോലെ തന്നെയല്ലേ 2026 നടന്നപ്പോഴും അത് നമുക്ക് പറഞ്ഞു വരാട്ടോ. 2026 കളി കണ്ടവർക്ക് അറിയാം. 2026 മുന്നിട്ട് നയിച്ചത് അല്ലെങ്കിൽ ഫ്രണ്ട് നിരയിൽ തന്നെ ഉണ്ടായിരുന്നത് ആരായിരുന്നു? നമ്മുടെ സ്വന്തം സഞ്ജു വി സാംസൺ ആയിരുന്നു അല്ലെ. അപ്പൊ 2007 അതുപോലെ തന്നെ 2026 ഒരു മലയാളി സാന്നിധ്യം, പ്രകടമായ ഒരു സാന്നിധ്യം നമ്മുടെ ടീമിൽ ഉണ്ടായിരുന്നു അല്ലെ. ഇനി ഓക്കെ, ഇത്തവണ ഫൈനൽ നടന്നത് ആരൊക്കെ തമ്മിലാ? ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ 2007 കാര്യം ജസ്റ്റ് ആദ്യത്തെ ആയതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഈ വർഷത്തെ കാര്യങ്ങളാണ്. 2026 മെൻസ് ഫൈനൽ നടന്നത്
ആരൊക്കെ തമ്മിലാ? ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലാണ്. ഓക്കെ, ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡിന്റെ ക്യാപ്റ്റനാണിത്. ഇത് ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. ഇനി ഈ വർഷം കണ്ടക്ട് ചെയ്ത മെൻസ് T20 വേൾഡ് കപ്പിന്റെ വേദി നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ് ആണ് അല്ലെ? നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ്. അതെവിടെയാ? ഗുജറാത്തിലാണ് അല്ലെ? ഗുജറാത്തിലാണ് എന്ത്? നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ്. ഏറ്റവും വലിയ സ്റ്റേഡിയമാണ് ഇത്. നരേന്ദ്രമോദി സ്റ്റേഡിയം ഏറ്റവും വലിയൊരു സ്റ്റേഡിയമാണ്. ജേതാക്കൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. ആരെ പരാജയപ്പെടുത്തി? ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി. എത്ര റൺസിന് പരാജയപ്പെടുത്തി? 96 റൺസിന് പരാജയപ്പെടുത്തി. ഓക്കെ, അപ്പൊ ഇന്ത്യ നേടിയ സ്കോർ എന്ന് പറഞ്ഞാൽ 255 റൺ ആണ് നേടിയത്. 5 വിക്കറ്റ് നഷ്ടത്തിൽ 255 റൺ നേടി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ന്യൂസിലാൻഡിന് 19 ഓവറിൽ 159 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 159 റൺസ് ആയപ്പോഴേക്കും അവരുടെ 10 വിക്കറ്റും പോയി. ഓക്കെ, 10 വിക്കറ്റും പോയി. അപ്പൊ നമ്മൾ എത്ര റൺസിന് ജയിച്ചു? 96 റൺസിന് ജയിച്ചു. ഓക്കെ, ഫൈനൽ നടന്നത് എവിടെയാ? നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ്. ഓക്കെ, എത്രാമത്തെ എഡീഷൻ ആയിരുന്നു? 10ാമത്തെ എഡീഷൻ ആയിരുന്നു. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതല്ലേ? 10ാമത്തെ എഡീഷൻ ആയിരുന്നു. 20 ടീമുകൾ ഉണ്ടായിരുന്നു. ആകെ മത്സരം 55. ഫീൽ ദ ത്രില്ലാണ് എന്ത്? ഇതിന്റെ സോങ് എന്ന് പറയുന്നത്. ഈ തവണത്തെ സോങ് എന്ന് പറയുന്നത് ഫീൽ ദ ത്രിൽ. അനിരുദ്ധാണ് ഇത് കമ്പോസ് ചെയ്തത്. പിന്നെ രോഹിത് ശർമ്മയാണ് എന്ത്? ബ്രാൻഡ് അംബാസഡർ. ഓക്കെ, ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആണ്. മിച്ചൽ സാന്നർ ആണ് ഇത് ന്യൂസിലാൻഡിന്റെ ക്യാപ്റ്റൻ. ഇതാണ് എന്ത്? മിച്ചൽ സാന്നർ. ഇത് സൂര്യകുമാർ യാദവ്. ഓക്കെ, ഇനി ഇന്ത്യൻ ടീം പരിശീലകൻ ഗൗതം ഗംഭീർ ആണ്. ഇന്ത്യൻ ടീം പരിശീലകൻ ഗൗതം ഗംഭീർ ആണ്. ഇന്ത്യൻ ടീം പരിശീലകൻ ഗൗതം ഗംഭീർ. ICCയുടെ ചെയർമാൻ ആണെങ്കിൽ ജയ്ഷയാണ്. ICC ചെയർമാൻ ജയ്ഷ. ICC എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അല്ലേ? ഇന്റർനാഷണൽ ആണ്. ഓക്കെ, BCCI എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്. അതിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ മിഥുൻ മൻഹാൻസ് ആണ്. ഓക്കെ, മിഥുൻ മൻഹാൻസ് ആണ് എന്ത്? BCCIയുടെ പ്രസിഡന്റ്. ICCI ആണെങ്കിൽ അതിന്റെ പ്രസിഡന്റ് ജയ്ഷയാണ്. ഇനി BCCIയുടെ വൈസ് പ്രസിഡന്റ് ചോദിച്ചാൽ രാജീവ് ശുക്ല. BCCIയുടെ സെക്രട്ടറി ചോദിച്ചാൽ ദേവജിത്ത് സൈക്കിയ. ഓക്കെ, സായി അല്ല, സൈക്കിയ. ഓക്കെ, BCCIയുടെ സെക്രട്ടറി ദേവജിത്ത് സൈക്കിയ. ഇനി ICCയുടെ ചെയർമാൻ ആര്? ജയ്ഷ. BCCIയുടെ പ്രസിഡന്റ് ആണെങ്കിൽ മിഥുൻ മൻഹാൻസ്. BCCIയുടെ വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ രാജീവ് ശുക്ല. BCCIയുടെ സെക്രട്ടറി ആണെങ്കിൽ ദേവജിത്ത് സൈക്കിയ. ഓക്കെ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ഇതാണ് നമ്മുടെ ഫൈനൽ മാച്ചിന് മുന്നോടിയായിട്ട് ട്രോഫിയും ആയിട്ട് നിൽക്കുന്ന ഒരു പിക്ചറാണ്. ഇത് ജയ്ഷയാണ്. ഇത് നമ്മുടെ രോഹിത് ശർമ്മ. ഇത് ക്യാപ്റ്റൻ കൂൾ MS ധോണി. ഓക്കെ, ഇനി നമ്മുടെ 2026 ഫൈനൽ മാച്ച് അല്ലെങ്കിൽ ആ ഓവറോൾ മാച്ചസുമായി ബന്ധപ്പെട്ട കുറച്ച് പുരസ്കാരങ്ങളുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ്? അത് ആർക്കൊക്കെയാണ് കിട്ടിയത്? ഏത് ടീമിലുള്ള ആളാണ്? എന്തായിരുന്നു അവരുടെ പെർഫോമൻസ്? അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കുക. പ്ലെയർ ഓഫ് ദ ഫൈനൽ ഇല്ലേ? ഫൈനൽ കളിച്ചത് ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലാണ് അല്ലെ? അപ്പൊ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ ഫൈനൽ കളിക്കാൻ നേരത്ത് അതിലെ ഏതെങ്കിലും ഒരു പ്ലെയർ ആയിരിക്കും എന്ത്? പ്ലെയർ ഓഫ് ദ ഫൈനൽ എന്ന് പറയും. കളിയിലെ താരം. ആ കളിയിലെ താരം അതാരാ? അത് ജസ്പ്രീത് ബുംറയാണ്. ബൂംറ അല്ലെ? ജസ്പ്രീത് ബുംറയാണ് നമ്മുടെ പ്ലെയർ ഓഫ് ദ ഫൈനൽ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം എന്താ? ഒരു ഫാസ്റ്റ് ബൗളർ ആണ് അല്ലെ? റൈറ്റ് ഹാൻഡ് ഫാസ്റ്റ് ബൗളർ ആണ്. ഇന്ത്യൻ ടീമിലുള്ളതാണ്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ 4 ഓവറിൽ 15 റൺസിന് 4 വിക്കറ്റ് നേടി. ഓക്കെ, 4ന് 15. അതാണ് അദ്ദേഹത്തിന്റെ പ്രകടനം. അതൊന്നും നമ്മൾ അത്ര അറിഞ്ഞിരിക്കേണ്ട. പക്ഷെ പ്ലെയർ ഓഫ് ദ ഫൈനൽ ആരെയെന്ന് ചോദിച്ചാൽ അത് അറിഞ്ഞിരിക്കുക. ജസ്പ്രീത് ബുംറ. ഓക്കെ, ജസ്പ്രീത് ബുംറ. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അതാരാ? അത് നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ആണ്. മലയാളി താരമായ സഞ്ജു സാംസൺ ആണ് എന്ത്? പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്. ആ ടൂർണമെന്റിലെ താരം എന്ന് പറയുന്നത്. അതായത് എല്ലാ മാച്ചസും കൺസിഡർ ചെയ്തിട്ട് ഏറ്റവും നല്ല പ്ലെയർ എന്നുള്ളത് ചൂസ് ചെയ്തത് ആരെയാ? സഞ്ജു സാംസണെയാണ്. ഇന്ത്യയുടെ താരാണ്. 321 റൺസ് എടുത്തു അദ്ദേഹം. 5 കളികളിൽ നിന്നായിട്ട് 5 മത്സരങ്ങളിൽ നിന്നായിട്ട് 321 റൺസ് എടുത്തു. ഇതിനു മുമ്പ് ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന് പറഞ്ഞാൽ 319 റൺസ് ആയിരുന്നു. അത് 6 കളികളിൽ നിന്നായിട്ട് നമ്മുടെ സ്വന്തം വിരാട് കോഹ്ലി സ്വന്തമാക്കിയതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ റെക്കോർഡ് ആര് മറികടന്നു? സഞ്ജു വി സാംസൺ മറികടന്നു. ഓക്കെ, അദ്ദേഹത്തിന്റെ 319 എന്നുള്ള റെക്കോർഡ് 321 റൺസ് അല്ലെ? ഒരു 2 റൺസ് കൂടുതൽ എടുത്തു. 80.25 ശരാശരിയിലാണ് അദ്ദേഹം സ്കോർ ചെയ്തത്. സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിൽ 199. ഏകദേശം ഓൾമോസ്റ്റ് 200 സ്ട്രൈക്ക് റേറ്റിൽ. 200 സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബോളിൽ 2 റൺസ് മിനിമം നേടണം. ഓക്കെ, പക്ഷെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് സാഹിബ് സാദാ ഫർഹാൻ എന്ന് പറഞ്ഞ പാകിസ്ഥാന്റെ ഒരു താരാണ്. അദ്ദേഹം 383 റൺസ് നേടിയിരുന്നു. ഓക്കെ, ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് നമ്മുടെ ഇന്ത്യൻ താരങ്ങളായ ജസ്പ്രീത് ബുംറയും അല്ലെ? നമ്മൾ പ്ലെയർ ഓഫ് ദ ഫൈനൽ പറഞ്ഞില്ലേ? ജസ്പ്രീത് ബുംറയും പിന്നെ വരുൺ ചക്രവർത്തിയ. ഇരുവരും 14 വിക്കറ്റ് വെച്ചാണ് നേടിയത്. ജസ്പ്രീത് ബുംറ ടോട്ടൽ കളികളിൽ നിന്ന് 14 വിക്കറ്റ് നേടി. വരുൺ ചക്രവർത്തി ആണെങ്കിലും ടോട്ടൽ കളികളിൽ നിന്ന് 14 വിക്കറ്റ് നേടി. ടീം ഇന്ത്യയാണ് ടോട്ടൽ 14 വിക്കറ്റ് വെച്ച് രണ്ടുപേരും നേടുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ പ്ലെയർ ഓഫ് ദ ഫൈനൽ ആരാ? ജസ്പ്രീത് ബുംറ. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആരാ? സഞ്ജു വി സാംസൺ. ഓക്കെ, ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ജസ്പ്രീത് ബുംറ. അതുകൂടാതെ വരുൺ ചക്രവർത്തിയും. ഏറ്റവും കൂടുതൽ റൺസ് ആണെങ്കിൽ സാഹിബ് സാദാ ഫർഹാൻ. ഇതാണ് നമ്മുടെ സഞ്ജു സാംസൺ. 321 റൺസ്.
80.25 ആവറേജ്, 199.37 സ്ട്രൈക്ക് റേറ്റ്, 350 അടിച്ചു. 350 എന്ന് പറഞ്ഞാൽ എല്ലാം 80 മുകളിലായിരുന്നു, 80+ ആയിരുന്നു 350. ഓക്കെ, 289 ഒരു 97. അപ്പൊ അദ്ദേഹത്തിന്റെ ഹൈ സ്കോർ എന്ന് പറഞ്ഞാൽ 97 റൺസ് ആണ്, 97 റൺസ് വെസ്റ്റ് ഇൻഡീസിനെതിരെ. ഓക്കെ, മോസ്റ്റ് വിക്കറ്റ് നേടിയത് 14 വിക്കറ്റ് നേടിയ നമ്മുടെ ജസ്പ്രീത് ബുംറയും വരുൺ ചക്രവർത്തി. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മുടെ ടീം ഇന്ത്യ വിജയിച്ചതിന് ശേഷമുള്ള ICC ഒക്കെ പങ്കുവച്ച ഒരു ചിത്രമാണിത്. ഓക്കെ, അടുത്തത് നമുക്ക് ഈ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് കുറെ റെക്കോർഡുകളൊക്കെ ബ്രേക്ക് ചെയ്യുകയുണ്ടായി അല്ലെ? അപ്പൊ കുറെ ചരിത്ര നേട്ടങ്ങൾ നമുക്ക് ഈ കളിയിലൂടെ നമുക്ക് ലഭിച്ചു. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ 3ാമത്തെ T20 വേൾഡ് കപ്പ് കിരീടമാണ് നമ്മൾ പറഞ്ഞു അല്ലെ. 2007 കിട്ടിയിട്ടുണ്ട്. ആരുടെ നേതൃത്വത്തിൽ? മഹേന്ദ്ര സിംഗ് ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ. 2024 രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ. 2026 സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ. ഈ ലോക റെക്കോർഡ് എന്ന് പറഞ്ഞാൽ 3 തവണ T20 ലോകകപ്പ് നേടുന്ന ആദ്യത്തെ ടീം. വേറെ ഒരു ടീമും 3 തവണ T20 ലോകകപ്പ് ഇതുവരെ നേടിയിട്ടില്ല. അപ്പൊ 3 തവണ T20 വേൾഡ് കപ്പ് നേടുന്ന ആദ്യത്തെ ടീമാണ് ആര്? നമ്മുടെ ഇന്ത്യ. കിരീടം നിലനിർത്തുന്ന ആദ്യത്തെ ടീം. അതെന്താ? 2024 ജേതാക്കളായത് ഇന്ത്യയാണ് അല്ലെ? 2024 ജേതാക്കളായത് ഇന്ത്യയാണ്. അപ്പൊ ഓൾറെഡി ആ കപ്പ് നമ്മുടെ കയ്യിലാണുള്ളത്. 2026 നമ്മൾ തന്നെ നേടി. അപ്പൊ അതെന്താ? കിരീടം നിലനിർത്തുന്ന ആദ്യത്തെ ടീമാണ് ഇന്ത്യ. ആതിഥേയരായിട്ട്, അതായത് സ്വന്തം നാട്ടിൽ തന്നെ കളിച്ചിട്ട് കിരീടം നേടുന്ന ആദ്യത്തെ ടീം. ഓക്കെ, പിന്നെയോ ഫൈനലിൽ ഇന്ത്യ നേടിയ 255-ന് 5 എന്നത് T20 ലോകകപ്പിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്കോറാണ്. ഏറ്റവും ഫൈനലിൽ ഉയർന്ന സ്കോറാണ്. T20 വേൾഡ് കപ്പിൽ ഏറ്റവും ഉയർന്ന സ്കോർ അല്ല, ഫൈനൽ മാച്ചസ്. ഇത്രയും നാള് 10 എഡിഷൻ നടന്നിട്ടുണ്ട്. ആ 10 എഡിഷനിലായിട്ട് 10 ഫൈനൽ നടന്നിട്ടില്ല. ആ 10 ഫൈനലും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റൺസ് എന്ന് പറയുന്നത് 255-ന് 5. അതാണ് ഏറ്റവും ഉയർന്ന സ്കോർ. ഈ വെസ്റ്റ് ഇൻഡീസ് 2012-16, ഇംഗ്ലണ്ട് 2010-22, അങ്ങനെ 2 വീതം T20 ലോകകപ്പ് നേടിയിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടൻസ് അല്ല. ഈ ലോകകപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് മലയാളികളെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അത് നമ്മുടെ മെൻസ് T20 വേൾഡ് കപ്പ് 2026 ബേസ് ചെയ്തിട്ടുള്ളതല്ല. അതിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ളത് സഞ്ജു വി സാംസൺ മാത്രമാണുള്ളൂ. പക്ഷെ അതല്ല, നമ്മുടെ ലോകകപ്പ് ചരിത്രത്തില് ഏതൊക്കെ മലയാളികൾ ഫൈനലിൽ അല്ലെങ്കിൽ ലോകകപ്പിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കണം. അതിൽ ഫസ്റ്റ് വരുന്നത് ആരാണ്? സുനിൽ വത്സ് എന്ന് പറഞ്ഞ ഒരു പ്ലെയർ ആണ്. അദ്ദേഹം 1983 നമുക്ക് മെൻസ് വേൾഡ് കപ്പ് 50 ഓവർ കളി ഏകദിന വേൾഡ് കപ്പ് കിട്ടിയത് ആദ്യമായിട്ട് കപിൽ ദേവിന്റെ നേതൃത്വത്തിൽ. അപ്പൊ അന്ന് വേൾഡ് കപ്പ് കിട്ടാൻ നേരത്ത് ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്ന 15 അംഗ ടീമിൽ ഉണ്ടായിരുന്ന ഒരു കളിക്കാരനാണ് ആര്? മലയാളി കളിക്കാരനാണ് ആര്? സുനിൽ വത്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ കളിപ്പിച്ചിരുന്നില്ല, അദ്ദേഹം സൈഡ് ബെഞ്ചിലാണ് ഇരുന്നത്. പക്ഷെ ടീമിൽ അദ്ദേഹം ഇൻക്ലൂഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ പുരുഷന്മാരുടെ നിയന്ത്രിത ഓവർ ക്രിക്കറ്റിൽ ഏകദിനത്തിലും അല്ലെങ്കിൽ T20യിലും ഇന്ത്യ ലോകകപ്പ് നേടിയപ്പോഴെല്ലാം ഒരു മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വരുന്ന ആളാണ് ആര്? സുനിൽ വത്സൻ. 1983 പ്രഥമ ഏകദിന ലോകകപ്പ് നേടിയ കപിൽ ദേവിന്റെ ടീമിൽ അംഗമായിരുന്നു ആര്? ഇദ്ദേഹം. ഓക്കെ, സുനിൽ വത്സൻ. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു S ശ്രീശാന്ത്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വ്യക്തിത്വമാണ്. ഇന്ത്യ കിരീടം നേടിയ 2007 പ്രഥമ T20 ലോകകപ്പിലും 2011 ഏകദിന ലോകകപ്പിലും കളിച്ച പ്രധാന മലയാളി താരമാണ് ആര്? S ശ്രീശാന്ത്. 2011 ഏത് വേൾഡ് കപ്പാണ് നമുക്ക് കിട്ടിയത്? ഏകദിന വേൾഡ് കപ്പ് കിട്ടിയത്. 50 ഓവർ വേൾഡ് കപ്പ് കിട്ടിയത്. 1983 കപിൽ ദേവിന്റെ ടീം ആദ്യമായിട്ട് പ്രഥമമായിട്ട് ഏകദിന വേൾഡ് കപ്പ് നേടി. അതിനുശേഷം 2011 നമ്മൾ വീണ്ടും വേൾഡ് കപ്പ് നേടി. ആരുടെ നേതൃത്വത്തില്? MS ധോണിയുടെ നേതൃത്വത്തിൽ അല്ലെ? ആ സമയത്ത് സച്ചിൻ ഉണ്ടായിരുന്നു, സേവാഗ് ഉണ്ടായിരുന്നു, യുവരാജ് സിംഗ് ഉണ്ടായിരുന്നു അല്ലെ, സുരേഷ് റെയ്ന ഉണ്ടായിരുന്നു, ഗൗതം ഗംഭീർ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ മുൻനിര പ്ലേയേഴ്സും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 2011 50 ഓവർ കളിയിൽ ലോകകപ്പ് നേടിയിട്ടുണ്ട്. അപ്പൊ ആ 2 കളികളിലും 2007 നമ്മൾ T20 വേൾഡ് കപ്പ് നേടിയപ്പോഴും 2011 ഏകദിന വേൾഡ് കപ്പ് നേടിയപ്പോഴും ആരായിരുന്നു? S ശ്രീശാന്ത് ആ ടീമിൽ ഉൾപ്പെട്ടിരുന്നു. 2007 T20 ഫൈനലിൽ പാകിസ്ഥാന്റെ മിസ്ബാ ഉൾ ഹക്കിന്റെ നിർണായക ക്യാച്ച് എടുത്തത് ശ്രീശാന്താണ്. അത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ഇനിയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾ വരുന്നത്. ഈ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ടുള്ള സഞ്ജു വി സാംസൺ. ഓക്കെ, 2024 ഇന്ത്യ കിരീടം നേടിയ T20 ലോകകപ്പില് 2024 നമ്മൾ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ T20 വേൾഡ് കപ്പ് നേടി. അപ്പോഴെന്താ, ആ ടീമിൽ അദ്ദേഹം അംഗമായിരുന്നു, പക്ഷെ അദ്ദേഹത്തെ കളിപ്പിച്ചിരുന്നില്ല. അദ്ദേഹം എല്ലാ കളികളും കണ്ടത് സൈഡ് ബെഞ്ചിൽ ഇരുന്നുകൊണ്ടാണ് അല്ലെ. അപ്പൊ അത്രയും കളികൾ നടന്നിട്ടും, അതായത് ഒരു വേൾഡ് കപ്പിലെ എല്ലാ കളികളും നടന്നിട്ടും ഒരു കളിയിൽ പോലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയില്ല. അദ്ദേഹം അതിൽ നിരാശനായില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും അദ്ദേഹത്തിൽ തന്നെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രാക്ടീസ് തുടർന്നുകൊണ്ടേയിരുന്നു അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ ഒരു സീരീസ് ഓഫ് കളിച്ചിരുന്നു. അപ്പൊ കുറെ അവസരം സഞ്ജു വി സാംസൺ ലഭിച്ചു. പക്ഷെ അദ്ദേഹത്തിന് വേണ്ട വിധം പെർഫോം ചെയ്യാൻ പറ്റിയില്ല.
അപ്പോൾ നമ്മുടെ T20 വേൾഡ് കപ്പിൽ ഇത്തവണത്തെ മെൻസ് T20 വേൾഡ് കപ്പിൽ അദ്ദേഹത്തെ ഇൻക്ലൂഡ് ആക്കിയെങ്കിലും ആദ്യത്തെ കളികളിലൊന്നും അദ്ദേഹത്തിനെ കളിപ്പിക്കാൻ ഇറക്കിയിരുന്നില്ല. സൈഡ് ബെഞ്ചിൽ ഇരുത്തിയേക്കുമായിരുന്നു. ഒരാൾക്ക് പരിക്ക് പറ്റി അല്ലേ? അപ്പോൾ ഒരാൾക്ക് പരിക്ക് പറ്റി കഴിഞ്ഞപ്പോൾ അതിന് പകരമായിട്ട് സഞ്ജു വി സാംസണെ പ്ലേയിങ് 11ൽ ഉൾപ്പെടുത്തി. അന്ന് അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിനെതിരെ 97 റൺസ്, പുറത്താകാത്ത 97 റൺസ് എടുത്തു. സൂപ്പർ 8ലെ ഒരു ഇമ്പോർട്ടന്റ് മാച്ചായിരുന്നു. ഇന്ത്യക്ക് എങ്ങനെയായാലും ജയിക്കേണ്ട ഒരു മാച്ചായിരുന്നു. ഇന്ത്യ ആ കളി തോറ്റിരുന്നെങ്കിൽ ഇന്ത്യ പുറത്തു പോകും. ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ അകത്തേക്ക് സെമി ഫൈനലിലേക്ക് കയറും. അപ്പൊ ആ കളി ജയിപ്പിച്ചത് സഞ്ജു വി സാംസൺ. ഓക്കെ, അപ്പൊ അതേ തുടർന്നാണ് പിന്നീടുള്ള കളികളിൽ അദ്ദേഹത്തെ കളിപ്പിച്ചത്. പക്ഷെ പിന്നീടുള്ള കളികളൊന്നും അദ്ദേഹം നിരാശനാക്കിയില്ല. എല്ലാ കളികളിലും ഏറ്റവും നല്ല രീതിയിൽ തന്നെ അദ്ദേഹം പെർഫോം ചെയ്തു. അങ്ങനെ തന്നെ ടൂർണമെന്റിലെ പ്ലെയർ ആയി അല്ലെ. 2026 ലോകകപ്പിലെ പ്രധാന അംഗമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സ്വദേശം എന്ന് അറിഞ്ഞിരിക്കുക. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞമാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. IPL ടീം ആണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിലാണ് IPL കളിക്കാൻ പോകുന്നത്. രാജസ്ഥാൻ റോയൽസിലായിരുന്നു. ഇത്തവണ ലേലം വന്നപ്പോൾ അദ്ദേഹം ചേഞ്ച് ചെയ്തു, ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വന്നു. T20 ലോകകപ്പിലെ ടൂർണമെന്റിൽ താരമായി മാറുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരം. ഇതിനു മുമ്പ് ഇതുപോലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ടുണ്ട്. ആരൊക്കെ? വിരാട് കോഹ്ലി ആയിട്ടുണ്ട്, ജസ്പ്രീത് ബുംറ ആയിട്ടുണ്ട്. ഓക്കെ, വിരാട് കോഹ്ലിയും ജസ്പ്രീത് ബുംറയാണ് ഇതിനു മുമ്പ് അങ്ങനെ T20 വേൾഡ് കപ്പ് താരം ആയിട്ടുള്ളത്. ഇനി T20 ലോകകപ്പ് ഫൈനലിൽ ഒരു താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോറാണ് ഫൈനലിലെ ഏറ്റവും ഉയർന്ന സ്കോറാണ് 89. അദ്ദേഹം ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ 89 റൺസ് സ്കോർ ചെയ്തു. അതാണ് T20 വേൾഡ് കപ്പ് ഫൈനലിലെ ഏറ്റവും ഉയർന്ന സ്കോർ. ഇനി റൺസ് ശരാശരി റെക്കോർഡ് നോക്കാം നമുക്ക്. ഇന്ത്യൻ നിരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് ആര്? സഞ്ജു വി സാംസൺ അല്ലെ. സഞ്ജു എത്ര റൺ? 321 റൺസ്. എത്ര മാച്ച് ചെയ്യുന്നു? 5 മാച്ച് ചെയ്യുന്നു അല്ലെ. ഒരു ലോകകപ്പ് എഡിഷനിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ വിരാട് കോഹ്ലിയുടെ 319 റൺസ് ആണ് അദ്ദേഹം മറികടന്നത്. 2026 ലോകകപ്പ് റൺസ് വേട്ടയിൽ 3ാം സ്ഥാനം ആണ് സഞ്ജു വി സാംസൺ. ആദ്യം നമ്മൾ പറഞ്ഞു സാഹിബ് സാദാ ഫർഹാൻ 383 റൺസ് ഉള്ള പാകിസ്ഥാന്റെ താരം. പിന്നെ ടിം സിഫേർട്ട് 326 റൺസ് ഉള്ള ആൾ. ഓക്കെ, ഇനി ഒരു ഫാക്ട് ആണ് നമ്മൾ പറയുന്നത്. 2010 മഹേള ജയവർദ്ധന ശ്രീലങ്കയുടെ ഒരു കളിക്കാരനാണ്. അദ്ദേഹം T20 ലോകകപ്പിൽ തുടർച്ചയായി 3 തവണ 80ലും മുകളിൽ സ്കോർ ചെയ്തിരുന്നു. അങ്ങനെ 80ന് മുകളിൽ തുടർച്ചയായി 3 തവണ സ്കോർ ചെയ്ത രണ്ടാമത്തെ ബാറ്റ്സ്മാനാണ് ആര്? സഞ്ജു വി സാംസൺ. ഇനി T20 വേൾഡ് കപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആകുന്ന ആദ്യത്തെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ. ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഇതിനു മുമ്പ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ടില്ല. ഇന്ത്യൻ താരമായിട്ടുണ്ട്. ആര്? വിരാട് കോഹ്ലിയും ജസ്പ്രീത് ബുംറയും പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ടുണ്ട്. അവരൊക്കെ ഇന്ത്യൻ താരങ്ങളാണ്. അപ്പൊ അങ്ങനെ ഇന്ത്യൻ താരം എത്രാമത്തേതെന്ന് ചോദിക്കുമ്പോൾ 3ാമത്തെ ആളാണ്. പക്ഷെ വിക്കറ്റ് കീപ്പർ എത്രാമത്തതാണെന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ള പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആരാണ്? സഞ്ജു വി സാംസൺ മാത്രമുള്ളൂ നിലവിൽ. ഓക്കെ, ഇനി സിക്സറുകളുടെ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഈ ടൂർണമെന്റിൽ 24 സിക്സറുകൾ, അതായത് ഒരു T20 ലോകകപ്പ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരമാണ് ആര്? സഞ്ജു വി സാംസൺ. 24 സിക്സർ നേടി. ഇനി T20 ലോകകപ്പ് 2 തവണ നേടുന്ന ആദ്യ മലയാളി. ഓക്കെ, T20 നമ്മൾ ആദ്യം ശ്രീശാന്ത് പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം 2 ലോകകപ്പ് നേടിയത് T20 അല്ല, 2007 T20 വേൾഡ് കപ്പ്, 2011 ഏകദിന വേൾഡ് കപ്പാണ് നേടിയത്. ഓക്കെ, ഇദ്ദേഹം നേടിയത് 2 എണ്ണവും T20 ലോകകപ്പാണ്. ഓക്കെ, 2024ലും 26. ഇനി ഒരു പുരുഷ സീനിയർ ലോകകപ്പിൽ ടൂർണമെന്റ് താരമാകുന്ന ആദ്യ മലയാളി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട മലയാളി സാന്നിധ്യങ്ങളാണ് പറഞ്ഞത്. സുനിൽ വത്സം പറഞ്ഞു, ശ്രീശാന്ത് പറഞ്ഞു, പിന്നെ സഞ്ജു വി സാംസൺ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് മലയാളി താരങ്ങളുണ്ട്. ഓക്കെ, 2025 വുമൻസ് വേൾഡ് കപ്പ് 50 ഓവർ വേൾഡ് കപ്പില് ചാമ്പ്യന്മാരായത് നമ്മുടെ ഇന്ത്യൻ ടീം തന്നെയാണ്. അപ്പൊ ആ ടീമിൽ ഉണ്ടായിരുന്ന കളിക്കാരാണ് ആശ ശോഭനയും മിന്നുമണി. ഓക്കെ, 2 മലയാളി താരങ്ങളാണ്. അപ്പൊ അവരെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിച്ചിരിക്കാം, പരിചയപ്പെട്ടിരിക്കുക. ഓക്കെ, മിന്നുമണി ഇന്ത്യൻ സീനിയർ വനിതാ ടീമിനായിട്ട് T20 ലോകകപ്പ് കളിക്കുന്ന ആദ്യത്തെ മലയാളി വനിതാ താരമാണ് മിന്നുമണി. 2024 UAE നടന്ന ICC വനിതാ T20 ലോകകപ്പിലാണ് കളിച്ചത്. വനിതാ T20 ലോകകപ്പിലാണ് മിന്നുമണി കളിച്ചത്. അതുകൂടാതെ 2025 വനിതാ ഏകദിന ലോകകപ്പ് ടീമിലെ റിസർവ് പ്ലെയർ ആയിരുന്നു. റിസർവ് പ്ലെയർ എന്ന് പറഞ്ഞാൽ 11 പ്ലേയിങ് 11 11 പേരെയല്ലേ കളിക്കാൻ ഇറക്കുള്ളൂ. ആ 11 അംഗത്തിൽ ഉണ്ടായിരുന്നില്ല, 15 പേരിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അതായത് ഒരു കളി പോലും അദ്ദേഹത്തെ മിന്നുമണിക്ക് കളിക്കാൻ സാധിച്ചിരുന്നില്ല. നമ്മൾ ആദ്യം 2024 വേൾഡ് കപ്പില് സഞ്ജു വി സാംസൺ സൈഡ് ബെഞ്ചിൽ ഇരുന്നു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഒരു കളി പോലും കളിക്കാൻ മിന്നുമണിക്ക് സാധിച്ചില്ല. പക്ഷെ T20 ലോകകപ്പ് 2024 പെർഫോം ചെയ്തു. 2025 ടീമിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. ഇനി ആശ ശോഭന മിന്നുമണിക്കൊപ്പം 2024 ICC വനിതാ T20 ലോകകപ്പിൽ ഭാഗമായിരുന്നു. 2024 T20 വേൾഡ് കപ്പിലാണ്. ഇനി ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത്തവണത്തെ വേൾഡ് കപ്പ് 2026 മെൻസ് T20 വേൾഡ് കപ്പില് മത്സരം നിയന്ത്രിച്ച ഒരു മലയാളി അമ്പയർ ഉണ്ട്.
ആദ്യത്തെ മലയാളി അമ്പയറാണ് KN അനന്തപത്മനാഭൻ. ഇദ്ദേഹമാണ് KN അനന്തപത്മനാഭൻ. ഓർത്തിരിക്കണേ, T20 ലോകകപ്പ് മത്സരം നിയന്ത്രിച്ച ആദ്യത്തെ മലയാളി അമ്പയറാണ് ആര്? KN അനന്തപത്മനാഭൻ. KN അനന്തപത്മനാഭൻ. ഇനി നമുക്ക് എന്താ കുറച്ച് കാര്യങ്ങൾ, ശ്രദ്ധേയമായ പ്രകടനം, റെക്കോർഡ്, കുറച്ച് കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇങ്ങനെ ഇനി വരാൻ പോകുന്ന എക്സാമിനേഷന് ഈ സ്പോർട്സ് റിലേറ്റഡ് കാര്യങ്ങൾ, മെൻസ് T20 വേൾഡ് കപ്പ് ചോദിക്കാം, വിമൻസ് ഏകദിന വേൾഡ് കപ്പ് ചോദിക്കാം, പിന്നെ നമുക്ക് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ചോദിക്കാം, പിന്നെ വിന്റർ ഒളിമ്പിക്സ് നടന്നിരുന്നു. അങ്ങനെ സ്പോർട്സ് റിലേറ്റഡ് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അവാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഈ വർഷം നടക്കാൻ പോകുന്ന എല്ലാ എക്സാമിനേഷനും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നമുക്ക് ഇതുകൂടി ഈ കുറച്ച് കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, മറ്റ് ശ്രദ്ധേയമായ പ്രകടനങ്ങളും റെക്കോർഡുകളുമാണ്. വേഗതയേറിയ സെഞ്ചുറി ആരുടെ? വേഗതയേറിയ സെഞ്ചുറി ഫിൻ അലന്റെയാണ്. ഫിൻ അലന്റെയാണ് വേഗതയേറിയ സെഞ്ചുറി. ഫിൻ അലൻ എന്ന് പറയുന്നത് ന്യൂസിലാൻഡിന്റെ ഒരു പ്ലെയർ ആണ്. സെമി ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അദ്ദേഹം 33 പന്തിൽ നിന്ന് 100 റൺസ് തികച്ചു. ഓക്കെ, ഏറ്റവും വേഗതയേറിയ ഒരു സെഞ്ചുറിയാണത്. 33 പന്തിൽ നിന്ന് 100 റൺസ്, അതായത് T20 ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയാണ്. 33 പന്തിൽ നിന്ന് 100 റൺസ്. ഓക്കെ അല്ലെ, ഇത് 33 ബോള് 100 റൺസ്. ഇനി വേഗതയേറിയ ഹാഫ് സെഞ്ചുറി തികച്ചത്. ഓക്കെ, 2026 T20 ലോകകപ്പ് ഫൈനലിൽ 18 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച ഇന്ത്യൻ ക്രിക്കറ്റർ അഭിഷേക് ശർമ്മയാണ് ഏറ്റവും വേഗതയേറിയ ഹാഫ് സെഞ്ചുറി തികച്ചത്. ഈ T20 ലോകകപ്പിൽ ഏതൊരു ബാറ്റ്സ്മാനും നേടുന്ന ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറിയാണിത്. അതുപോലെ തന്നെ ഇതുവരെ നടന്ന T20 ലോകകപ്പിൽ നോക്കൌട്ട് ഘട്ടത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി കൂടിയാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി അടിച്ചതാരാ? ഫിൻ അലൻ. ഏത് ടീം? ന്യൂസിലാൻഡ്. എത്ര പന്തിൽ നിന്ന്? 33 പന്തിൽ നിന്ന് 100. ഓക്കെ, ഇനി ഹാഫ് സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 50 റൺസ്. 50 റൺസ് 18 പന്തിൽ നിന്ന് അടിച്ചതാണ് ആര്? നമ്മുടെ അഭിഷേക് ശർമ്മ. അഭിഷേക് ശർമ്മയാണ് ഇപ്പൊ നിലവില് T20 റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തുള്ളത്. ഓക്കെ, സഞ്ജു വി സാംസൺ ഇപ്പൊ കുറെ റാങ്ക് മുന്നോട്ട് വന്നിട്ട് ഇപ്പൊ 22ാമത്തെ റാങ്ക് വരെ എത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. സഞ്ജു വി സാംസന്റെ നിലവിൽ 22ആണ് റാങ്ക്. ഓക്കെ, ഇനി ഫൈനലിൽ അർദ്ധ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരങ്ങളെ നോക്കാം. ഫസ്റ്റ് സഞ്ജു വി സാംസൺ ആണ്. 46 പന്തിൽ നിന്ന് 89 റൺസ് നേടി ടോപ്പ് സ്കോററായി. പിന്നെ ഇഷാൻ കൃഷ്ണനാണ്. 25 പന്തിൽ നിന്ന് 54 റൺസ് നേടി. പിന്നെ 21 പന്തിൽ നിന്ന് 52 റൺസ് നേടിയ അഭിഷേക് ശർമ്മ. അദ്ദേഹം 50 റൺസ് എടുത്തത് 18 പന്തിൽ നിന്നാണെന്ന് മറന്നു പോയത്. ടോട്ടൽ 21 പന്തിൽ നിന്ന് 52 റൺസ് എടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് മെൻസ് T20 വേൾഡ് കപ്പ് 2026 ആണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്തൊരു ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.